അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് പ്രയാസവും വിഷമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ദുആ ചെയ്യണം ഇത്ത എന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾ ഓരോ വീഡിയോൻ്റെ താഴെ ഇടുന്ന കമൻറ്റും ഞാൻ വായിക്കാറുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യാറുണ്ട്. നമുക്കറിയില്ലല്ലോ നമ്മുടെ ദുആ ആരുടെ ദുആ ആണ് അള്ളാഹ് സ്വീകരിക്കുക എന്ന്. അതുകൊണ്ട് നിങ്ങളെ ദുആയിലും നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. നമ്മളൊരു കുടുംബമാണ് അല്ലേ? നമ്മൾ പരസ്പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. നമുക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും തന്നെയായിരിക്കും ഓരോ ദിവസവും. ഇന്നിപ്പം പ്രയാസം ഉണ്ട്, നാളെ ഇപ്പം അതിനാട്ടിലുമുള്ള പ്രയാസമായിരിക്കും അള്ളാഹ് തരിക. അങ്ങനെ കരുതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യൽ നിർത്തി വെക്കാതെ വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക. അപ്പോൾ അള്ളാഹ് നിങ്ങളോട് ഇങ്ങോട്ട് അടുക്കാൻ തുടങ്ങും. അള്ളാഹ് എത്ര പരീക്ഷിച്ചിട്ടും നിങ്ങൾ ആ പരീക്ഷണത്തിൽ വീഴില്ല. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവുമായിട്ട് അടുപ്പത്തിൽ കുറവ് കാണിക്കുന്നില്ല എന്ന് കണ്ടാൽ അള്ളാഹു നിങ്ങളിലേക്ക് അടുത്ത് വരും. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഒരു വിഷമവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ആയി കിട്ടണം നമ്മുടെ ജീവിതം. ചില ആൾക്കാരൊക്കെ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരും. നിസ്കാരമുണ്ടാവും, ദിക്റും ഖുർആനോത്തും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ വിഷമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാറുണ്ട്, ഒരുപാട് ദിക്റും സ്വലാത്തും ഒക്കെ ഞാൻ ചൊല്ലി നോക്കി, എന്നിട്ടും എൻ്റെ ഒരു വിഷമവും ബുദ്ധിമുട്ടും തീർന്നിട്ടില്ല, കൂടുതലാവുക എന്നല്ലാതെ. അങ്ങനെ എന്നിട്ട് നിസ്കരിക്കാത്തവരുണ്ടാവും, ദിക്റ് ചൊല്ലാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്നെ അള്ളാഹ് നോക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നെ അള്ളാഹു ഇത്ര കൂടുതലായിട്ട് പരീക്ഷിക്കുന്നത്. അള്ളാഹുവിന് എന്നോട് ഇഷ്ടം കൂടുതലായിട്ടാണ് അള്ളാഹ് എന്നെ പരീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, നമ്മളോട് കൂടുതൽ ഇഷ്ടം കൊണ്ടാണ് അള്ളാഹ് നമ്മെ പരീക്ഷിച്ച് നോക്കുന്നത്. ആ പരീക്ഷണത്തിൽ നമ്മൾ നിസ്കാരം നിർത്തി വെക്കല്ല വേണ്ടത്, അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കുക. എത്രയോ കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് നമ്മുടെ മുത്ത് റസൂലൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മുത്ത് റസൂലിന് തന്നെ വിഷമവും പ്രയാസത്തോട് കൂടിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയത്. അപ്പോൾ പിന്നെ നമ്മളെയും അള്ളാഹു പരീക്ഷിക്കും. ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക. എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കാരം നിലനിർത്തുക. ഫർള് നമസ്കാരം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. എത്ര തിരക്കിട്ട ജോലിയാണെങ്കിലും എത്ര വിഷമമുള്ള ഓരോ യാത്രയിലാണെങ്കിലും അതിൻ്റെ യാത്ര സമയത്തൊക്കെ നമുക്ക് നിസ്കാരത്തിന് ഓരോ ഇളവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ആ ഒരു രീതിയിലാക്കി നിസ്കരിച്ച് വെക്കുക. നിസ്കാരം ഖളാ ആക്കാതെ, എന്ത് തിരക്കിലാണെങ്കിലും 5 വക്ത് നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ നോക്കുക. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നും ഞാൻ പറയുന്നത്, നമ്മൾ ചിലപ്പം കരുതിയിരിക്കും എൻ്റെ കാര്യം ഒരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല. നമ്മുടെ മനസ്സിൽ ഓരോരോ കാര്യങ്ങളുണ്ടാവും. നമ്മളിങ്ങനെ കണക്ക് കൂട്ടി വെക്കും ഓരോ കാര്യങ്ങൾ. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ അല്ലേ, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ മനസ്സിലായിട്ട് ഇങ്ങനെ കണക്കാക്കി വെക്കും. ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യം അങ്ങനെ കാക്കണം, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടി വെക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് നടത്താൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇനി ഒരിക്കലും ആ കാര്യം എനിക്ക് നടക്കില്ല, ഇനി ഞാൻ അങ്ങോട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ ഒഴിവാക്കി വെച്ച കാര്യമായാൽ പോലും ഈ ഒരു ദിക്റ്, ഞാൻ പറയുന്ന ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളാ കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും. നല്ല മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ദിക്റ് ചൊല്ലുന്നത് എങ്കിൽ ഒരൊറ്റ രാത്രി മാത്രം നിങ്ങൾ ഇത് ചൊല്ലിയാൽ മതി. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന് കരുതിയ കാര്യമായാലും അത് അള്ളാഹു നിങ്ങൾക്ക് നടത്തിത്തരും. അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണിത്. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ദിക്റ്. ഈ ഒരു ദിക്റ് നിങ്ങൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും എന്ന വിശ്വാസം നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മ പറഞ്ഞിട്ട് ചൊല്ലിയിട്ട് ദുആ ചെയ്താലും ആ ദുആക്ക് ഉത്തരമുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓരോ ഇസ്മ ചൊല്ലിയിട്ടും നമ്മൾ ആ ഇസ്മ ചൊല്ലിയതിൻ്റെ ശേഷം അള്ളാഹുവിനോട് എന്ത് കാര്യമാണ് നമ്മൾ ദുആ ചെയ്യുന്നത് ആ കാര്യം അള്ളാഹു നടത്തി തരും, സാധിപ്പിച്ചു തരും എന്നാണ് നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ളത്.
അങ്ങനെയുള്ളൊരു മനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലുന്ന സമയത്ത്. അതിപ്പോൾ ഏത് ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ സ്വലാത്തും ഒരുപാട് നമ്മൾ ചെല്ലും. നമ്മളെ മനസ്സ് വേറെ എവിടേക്കോ ആയിരിക്കും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ചിന്തിച്ച് ഇങ്ങനെ പോവുക. നമ്മളിങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ ചെല്ലുന്നുണ്ട് സ്വലാത്ത്. ആ ഒരു രീതിയിലല്ല സ്വലാത്തായാലും ദിക്റായാലും ഒന്നും ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഖുർആൻ എടുത്ത് ഓതുന്ന സമയത്ത് തന്നെ നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുകയായിരിക്കും, നമ്മൾ എവിടേക്കോ എത്തിയിട്ടുണ്ടാവും നമ്മുടെ മനസ്സ്. അതൊക്കെ ഇബ്ലീസിൻ്റെ പരിപാടിയാണ്. ഇബ്ലീസ് നമ്മളെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ദിക്ർ നിങ്ങളെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന്. അത് കേട്ടിട്ട് ഞാൻ ചൊല്ലി നോക്കട്ടെ എന്നല്ല, നിങ്ങളെ മനസ്സിൽ ഈ ഒരു ഇസ്മിനെ പറ്റിയുള്ള ചിന്ത വേണം. ഈ ഒരു ഇസ്മ ചൊല്ലിയാൽ എൻ്റെ ഇന്ന കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും എന്ന മനസ്സിൽ നിയ്യത്താക്കിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എല്ലാവരുടെ ഇടയിലും ഇരുന്നിട്ടല്ല, ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, ഏകയായി ഒറ്റയ്ക്കിരിക്കുക, ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഇങ്ങനെ യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ എന്ന് വെറും 129 തവണയാണ് ചൊല്ലേണ്ടത്. നിങ്ങൾ ഇത് ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള ആ കാര്യം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബേ, എൻ്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, ഒരുപാട് കാലമായിട്ട് ഇന്നൊരു കാര്യത്തിന് എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ആ കാര്യം എനിക്കൊന്ന് നീ സാധിപ്പിച്ചു തരണേ അല്ലാ. ഞാൻ ഈ ഒരു ഇസ്മ 129 തവണ എൻ്റെ മനസ്സിൽ ഞാൻ നിയ്യത്താക്കിയിട്ട് ചൊല്ലുന്നു റബ്ബേ. ഈ ഒരൊറ്റ ദിവസം കൊണ്ട്, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് റബ്ബേ, നാളെ നേരം പുലരുമ്പോഴേക്കും എൻ്റെ ആ കാര്യം സാധിച്ചു കിട്ടി, ഞാൻ ആ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു കാര്യം റെഡി ആയിട്ടുണ്ട് എന്ന വാർത്ത എനിക്ക് നീ കേൾപ്പിച്ച് തരണേ നാഥ എന്നുള്ള മനസ്സോട് കൂടിയിട്ട് തുടങ്ങങ്ങനെ ചെല്ലാൻ. യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ, യാ ലത്തീഫു യാ അല്ലാ എന്നിങ്ങനെ ചൊല്ലിയിട്ട് 129 തവണയും യാ ലത്തീഫു യാ അല്ലാ എന്ന് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ തന്നെ വീണ്ടും നിങ്ങൾ അള്ളാഹുവിനോട്, എൻ്റെ റബ്ബേ, ഞാൻ ഇത്ര യാ ലത്തീഫു യാ അല്ലാ എന്ന ഇസ്മ ഞാൻ 129 തവണ ചൊല്ലിയിട്ടുണ്ടല്ലാ, എൻ്റെ മനസ്സിലുള്ള കാര്യം നീ സാധിപ്പിച്ചു കൊണ്ട് റഹ്മാനെ, ഈ ഒരൊറ്റ രാത്രിക്കുള്ളിൽ നേരം വെളുക്കുമ്പോഴേക്കും ആ കാര്യം നടന്നു എന്ന വാർത്ത എൻ്റെ ചെവിയിൽ കേൾപ്പിച്ചു കൊണ്ട് റഹ്മാനെ, ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് ആ ഒരു കാര്യം വിചാരിച്ചിട്ട് റബ്ബേ, റാഹത്തിലാക്കല്ല, സമാധാനത്തിലാക്കല്ല, മനസ്സിലുള്ള വിഷമം തീർക്കല്ല. അങ്ങനെ തുടങ്ങി എന്തൊരു കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് നിങ്ങൾക്കറിയാലോ. നിങ്ങളെ ആവശ്യവും ആഗ്രഹവും ഒക്കെ നിങ്ങൾക്കാണ് അറിയുക. അപ്പോൾ പലർക്കും പലവിധ ആവശ്യങ്ങളായിരിക്കും. ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ അള്ളാഹുവിനോട് റബ്ബേ, എൻ്റെ ആവശ്യം നിറവേറ്റിക്കൊണ്ട് അല്ലാ എന്ന് തുടങ്ങലല്ല. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് എന്നിൽ നിന്നും വന്നു പോയിട്ടുള്ള, ഞാൻ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കണേ എന്നുള്ള ദുആക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്. അല്ലാണ്ട് കൈ ഉയർത്തിയ ഉടനെ തന്നെ റബ്ബേ എൻ്റെ കാര്യം സാധിപ്പിച്ചു കൊണ്ട് അല്ലാ എന്നല്ല. കൈ അള്ളാഹുവിനോട് മേലോട്ട് ഉയർത്തിക്കൊണ്ട് ആദ്യം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ തുടങ്ങിയിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും ഇനി പൊറുക്കണേ അല്ലാ. അതുപോലെ തന്നെ നമ്മളെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദുആ ചെയ്യുക. മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയിട്ടുള്ള മരണമാക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ ഖബറിനെ കുറിച്ച് ദുആ ചെയ്യുക. അതൊന്നും ആരും മറന്നു പോരുത്. നമുക്ക് ഇവിടുത്തെ ജീവിതം മാത്രം പോരല്ലോ, ഇത് നമുക്ക് നിലനിൽക്കുന്ന ജീവിതമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബർ ജീവിതത്തിലേക്കുള്ള ദുആ ചെയ്യുക. ഖബർ വിശാലമാക്കി തരാനും ഖബർ ഇരുട്ടറയാക്കലേ അല്ലാ, കണ്ണെത്താ ദൂരത്തോളം പ്രകാശിപ്പിക്കണേ റബ്ബേ എൻ്റെ ഖബർ. അങ്ങനെ തുടങ്ങിയ ഈമാനോട് കൂടിയല്ലാതെ എന്നെ മൗത്താക്കല്ലേ അല്ലാ. കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ചിട്ടുള്ള മരണമാക്കണേ അല്ലാ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾ ദുആ ചെയ്യണം. നമ്മൾക്ക് ദുആ ചെയ്യുന്നത് പോലെ നമ്മളെ ഭർത്താവ്, നമ്മളെ മക്കൾ, നമ്മളെ മാതാപിതാക്കളെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ദുആ ചെയ്യുക.
അതിൻ്റെയൊക്കെ ശേഷമാണ് നമ്മുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ ദുആ ചെയ്യേണ്ടത്. ആദ്യം തന്നെ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെയല്ല കേട്ടോ ദുആ ചെയ്യേണ്ടത്. ഞാൻ എനിക്കറിയുന്ന ഒരറിവാണ് നിങ്ങളോട് ഷെയർ ആക്കിയത്. കാരണം നിങ്ങൾക്ക് ചിലപ്പം ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കാം. ഒരാൾക്ക് തന്നെയും ഞാൻ ഈ പറഞ്ഞത് ഉപകാരമായാൽ അതിൻ്റെ കൂലി അള്ളാഹു എനിക്ക് തരും അല്ലേ. അറിയാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടുതലായിട്ടും അറിയുന്നവരായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊരറിവായി കിട്ടിയാൽ എനിക്കതിനുള്ള പുണ്യം അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് എനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ആക്കിയത്. അപ്പം എനിക്കറിയുന്ന ചെറിയ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത്. അപ്പോൾ അതേപോലെ ദുആ ചെയ്യുക. നമ്മളിൽ നിന്നും വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ദുആ ചെയ്തതിൻ്റെ ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്തതിൻ്റെ ശേഷം നമ്മുടെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദുആ ചെയ്യുക. പിന്നെ പ്രത്യേകമായിട്ട് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. അതും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് അതൊക്കെ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ രക്തബന്ധമുള്ള നമ്മളെ ആങ്ങളമാർ, നമ്മുടെ അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ദുആ അല്ലേ അവർ അവിടെ കാത്തിരിക്കുന്നത്. എന്നാലാണ് നമ്മളെ മക്കൾ അത് കണ്ടിട്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി മക്കളും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. മക്കളെ അതൊക്കെ കണ്ട് ശീലമാക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞ് വീഡിയോ ലെങ്തായി പോവും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ നടക്കാൻ നിങ്ങൾ യാ ലത്തീഫു യാ അല്ലാ എന്ന ഇസ്മ 129 തവണ മനസ്സിൽ നിങ്ങളെ ഇന്ന പ്രയാസം വെച്ചുകൊണ്ട് നിങ്ങൾ ചെല്ലുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്തും ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് കൊണ്ട് വന്ന് ദുആ ചെയ്യുക. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തഹജ്ജുദ് നമസ്കാരം നിലനിർത്തുക. എന്നിട്ട് ആ ഒരു സമയത്ത് എണീറ്റിട്ട് എത്രയോ പ്രയാസം നമ്മുടെ മനസ്സിലൊക്കെ ചിലപ്പോൾ നമുക്കോരോ പ്രയാസങ്ങൾ ഇങ്ങനെ വരും അല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അള്ളാഹു അങ്ങനെയുള്ള പ്രയാസമൊന്നും ആർക്കും തരാതിരിക്കട്ടെ, ആമീൻ. ഇനി അങ്ങനെയൊക്കെയുള്ള പ്രയാസം ടെൻഷനൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് ഒരു 1:30-2 മണി സമയത്തൊക്കെ ഒന്ന് എണീക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ വന്ന സമയത്ത് ഈ അടുത്താണ്, കുറേ മുന്നേ ഉള്ള കാര്യമല്ല പറയുന്നത്, ഈ ഒരു അടുത്താണ് ഒരു വിഷമം മനസ്സിൽ വന്ന ഒരു സമയത്ത് ഞാൻ ഒരു 2:30 മണി സമയത്ത് എനിക്ക് ആ ഒരു സമയത്ത് എണീറ്റപ്പം സംഭവം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഒറ്റയ്ക്കൊരു അനക്കോ ഒച്ചയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് വുളു എടുത്ത് പോയി ബാത്റൂമിൽ പോയിട്ട് പെട്ടെന്ന് പോയി വുളു എടുത്ത് വന്ന് ഒറ്റയ്ക്കായപ്പം നമുക്കൊരു പേടിയല്ലേ. അപ്പോൾ അങ്ങനെ വുളു എടുത്ത് വന്നിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ദുആ ചെയ്തു. എൻ്റെ ആ കാര്യം അള്ളാഹു പെട്ടെന്ന് തന്നെ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മളിപ്പം തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുകയാണെങ്കിൽ നമ്മളൊരു 4 മണി ഒക്കെ സമയത്തല്ലേ നമ്മൾ എണീക്കുക. ഒരു സുബഹി ബാങ്കിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടാവും നമ്മൾ എണീക്കുക. നമുക്കൊരോ വിഷമങ്ങളൊക്കെ ഉണ്ടായാൽ ഒരു 2-2:30 മണിക്കൊക്കെ ഒന്ന് എണീറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നോക്കണ്ടി. എന്നിട്ട് ഒരു ദിക്റൊന്നും ചെല്ലണമല്ല. നമ്മൾ ആ ഒരു സമയത്ത് 2 റക്അത്ത് അള്ളാഹുവിനെ നിസ്കരിച്ചതിന് ശേഷമായിട്ട് നിങ്ങളാ പ്രയാസം അള്ളാഹിനോട് ദുആ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ആ ദുആ ചെയ്യുന്ന സമയത്ത് എപ്പോൾ ദുആ ചെയ്യുകയാണെങ്കിലും നമ്മുടെ തെറ്റുകുറ്റങ്ങളും നമ്മുടെ മരണത്തിനെ പറ്റിയൊക്കെ ദുആ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത്. പെട്ടെന്ന് ആ ഒരു സമയത്തുള്ള ദുആ അള്ളാഹ് പെട്ടെന്ന് സ്വീകരിക്കും. നിങ്ങളൊന്ന് ചെയ്തു നോക്കണ്ടി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഉറക്കമൊന്നും വരാത്ത ഓരോ ദിവസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്ന് പെട്ടാൽ ചിലരുണ്ടാവും. ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് കേട്ടോ. മനസ്സിൽ ചെറിയൊരു ടെൻഷൻ വന്നാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല, അതുപോലെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രീതി. അങ്ങനെയുള്ളവരുണ്ടാവും. ഉണ്ടെങ്കിലൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കട്ടോ. അപ്പോൾ എനിക്ക് ടെൻഷൻ വന്നാൽ ഉറക്കം മുറുകില്ല, ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കും. ഉണർന്നാൽ പിന്നെ എൻ്റെ മനസ്സിൽ വരിക ഇന്ന വിഷമമാണല്ലോ റബ്ബേ, എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ സമയത്ത് ഒരു സമയത്തായിരുന്നു ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസത്തെ കഥയല്ല കേട്ടോ, ഒരുപാട് ദിവസം അങ്ങനെ ഞാൻ എണീറ്റ് നിസ്കരിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കാര്യം ഹൈറായി കിട്ടാറുണ്ട്. ഓരോ കാര്യത്തിന് ഓരോ വിഷമവും ഓരോ പ്രയാസവും ഒക്കെ വന്നാൽ ഒരു സമയത്ത് ഞാൻ എണീറ്റ് നിസ്കരിച്ചാൽ അത് പെട്ടെന്ന് അള്ളാഹ് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ആ ഒരു 2-2:30 ഒരു 3 മണീൻ്റെ അങ്ങോട്ട് പോവരുത്. ഒരു 2 മണി 2:30 അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എണീറ്റിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ അള്ളാഹിനോട് നിങ്ങളെ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ പറയുക. ഇനിയിപ്പം കുറച്ച് ദിക്റൊക്കെ ചെല്ലുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് ചെല്ലുകയും ചെയ്യാം.
ഖുർആൻ ഓതാണെങ്കിൽ അങ്ങനെ ഓതാ. അതൊക്കെ പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യം പെട്ടെന്ന് നടത്തിയെടുക്കാനുള്ള ഓരോ ടൈമാണ് അതൊക്കെ. പെട്ടെന്ന് കേൾക്കും അല്ലാഹ് ദുആ. ആ ഒരു സമയത്ത് ദുആ ചെയ്താൽ നമ്മുടെ കാര്യം 2 ദിവസത്തിനുള്ളിൽ തന്നെ റെഡിയായി വരും, സമാധാനമായി വരും. പിന്നെ ആ ഒരു സമയത്ത് എണീറ്റ് നിസ്കരിച്ച് പിന്നെ നമ്മളൊന്ന് കിടന്നുറങ്ങിയാൽ പെട്ടെന്ന് ഉറക്കവും വരും. അതൊക്കെ നമുക്കൊരു മനസ്സിനൊരു സുഖമാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഓരോ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ടെൻഷനായി മൂഡ് ഓഫായി ഇങ്ങനെ ഇരിക്കാതെ, അതുപോലെ ടെൻഷനും വിഷമവും എത്ര പറയാൻ പറ്റാത്ത വിഷമമാണെങ്കിലും ആരോടെങ്കിലും ഒന്ന് ഷെയർ ആക്കുക നിങ്ങൾ. ആരോട് പറയാതെ ഇങ്ങനെ എന്നോടൊരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ച കാര്യമാണ്. ഭർത്താവിനാലുള്ളൊരു ടെൻഷനാണ്. പക്ഷേ ആ ഒരു കാര്യം ആരോട് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ആരെങ്കിലും ഭർത്താവിനോട് പറഞ്ഞു കൊടുത്താൽ പിന്നെ വീട്ടിൽ അടിയായിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു സഹോദരിയുടെ മനസ്സിലെ ടെൻഷൻ എത്ര ഉണ്ടാവും അല്ലേ? അപ്പം കുടുംബക്കാരോട് ആരോട് പറയാൻ പറ്റില്ല. പിന്നെ അവളെ ഉമ്മനോട് പറഞ്ഞാൽ ഉമ്മക്ക് ആകെ ടെൻഷനായിരിക്കുമെന്ന്. ഉമ്മക്ക് പ്രഷറും കാര്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഉമ്മനോട് പറഞ്ഞാൽ ഉമ്മക്ക് ടെൻഷനായിരിക്കും. ഉമ്മനോട് പറഞ്ഞാൽ പിന്നെ വീട്ടിലെല്ലാവരോടും പറയും. പിന്നെ ഭർത്താവിൻ്റെ ചെവിയിലെത്തിയാൽ പിന്നെ ആകെ പ്രശ്നമായിരിക്കും എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരോടെങ്കിലും ഒന്ന് ഷെയർ ആക്കുക എന്ന്. അടുത്തറിയുന്ന പറയില്ല എന്ന് ഉറപ്പുള്ള ഒരാളോട് ഷെയർ ആക്കുക. അല്ലാതെ മനസ്സിലിങ്ങനെ പിടിച്ചിരുന്നിട്ട് അവൾക്ക് ഒന്നിനും ഒരു സമാധാനമില്ല എന്നൊക്കെ അവളോട് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 മണിയൊക്കെ ആവുന്ന സമയത്തൊന്ന് നിസ്കരിച്ച് നോക്കേണ്ടിയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം ആയിട്ട് പിന്നെയും വാട്സപ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ത പറഞ്ഞതുപോലെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട് മനസ്സിന് എന്നൊക്കെ. എന്തായി എന്തോ അറിയില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിക്കട്ടോ. അത് ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തായിരിക്കും ഇപ്പോൾ അവളെ അവസ്ഥ, മനസ്സിനുള്ള ആ വിഷമം മാറി കിട്ടിയെന്നൊക്കെ. അപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് അവൾ കേൾക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ആയിട്ട് ഒന്ന് വിവരം അറിയിക്കട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഓരോ കാര്യമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷനും ആഗ്രഹവും ഒരിക്കലും ഇനി നടക്കില്ല എന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ് ഇന്ന് പറഞ്ഞത്. യാ ലത്തീഫു യാ അല്ലാ എന്ന ദിക്ർ എല്ലാവർക്കും അറിയാവുന്ന ദിക്റുമാണ്. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ദിക്റാണ്. ഒരുപാട് പേർക്ക് ചൊല്ലിയിട്ട് പെട്ടെന്ന് തന്നെ ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ്. ഒരു രാത്രി സമയത്ത് നിങ്ങൾ ചൊല്ലാൻ നോക്കുക. ഒരു രാത്രി സമയത്ത് ഒന്നുകിൽ നിങ്ങൾ പിന്നെ ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മഗ്‌രിബിൻ്റെ ശേഷമായിട്ട് ചൊല്ലുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് ചൊല്ലാൻ നോക്കുക കേട്ടോ. എല്ലാവരുടെയും കൂട്ടത്തിലിരുന്നല്ലാതെ ഒന്ന് മാറി നിൽക്കുക. ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് മാറിയിരുന്നു കൊണ്ട് ഒറ്റ ഇരുത്തത്തിലിരുന്നിട്ട് വേണം 129 തവണ നിങ്ങൾ ഇത് ചൊല്ലി തീർക്കാൻ. അല്ലാണ്ട് കുറേ തവണകളായിട്ടല്ല, ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ 129 ചൊല്ലി തീർത്തതിന് ശേഷം ആ ഉടനെ തന്നെ അള്ളാഹുവിനോട് നിങ്ങളെ വിഷമം ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു എല്ലാവരുടെ പ്രയാസവും വിഷമവും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മൾ മരണപ്പെടുന്ന സമയത്ത് കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഉള്ള സന്തോഷത്തോടെയുള്ള മരണമാക്കി തരട്ടെ നമുക്കെല്ലാവർക്കും. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടാവും അല്ലേ, ജ്യേഷ്ഠന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും. അവരൊക്കെ ഖബർ അല്ലാഹു സുബ്ഹാനഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക. എന്നിട്ട് നിങ്ങളുടെ ഓരോരോ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.